ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബബിതയോട് കാര്യങ്ങളെല്ലാം ചോദിക്കുവാണ് അച്ഛൻ. കൃഷ്ണയാണെങ്കിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞു. കഴിഞ്ഞ ദിവസം രോഹിത് കുടിച്ചിട്ട് വന്ന കാര്യങ്ങൾ ഇതെല്ലാം കേട്ട് ആ ബാലേട്ടൻ അവിടെ അന്തം വിട്ടിങ്ങനെ ഇരിക്കുമോ. അപ്പോൾ നിങ്ങൾക്ക് സ്വയം ഒരു ഉത്തരവാദിത്വം ഇല്ലേ? നിങ്ങളെ തന്നെയല്ലേ സംരക്ഷിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം ചോദിച്ചു. പരസ്പരം ഒരു ഉത്തരവാദിത്വം വേണ്ടേ? നിങ്ങൾ ചെയ്യുന്നതെല്ലാം കണ്ടുപിടിച്ച് ഞാൻ പുറകെ നടക്കണം, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളൊന്നും നോക്കിക്കൂടെ? ഇതൊക്കെ അദ്ദേഹം ചോദിക്കും കേട്ടോ. അപ്പോൾ എന്തുകൊണ്ട് ഇതൊന്നും എന്നോട് പറയാനൊരു മാന്യത അല്ലെങ്കിൽ മര്യാദ നീ കാണിക്കുന്നില്ല എന്നിങ്ങനെ ബബിതയോട് ബാലേട്ടൻ ചോദിക്കുമ്പോൾ അച്ഛനോട് പറഞ്ഞ അച്ഛൻ ചുമ്മാ വഴക്കു പറയും എന്ന് ബബിത ഒരു ന്യായം കൂടി. അച്ഛൻ ചുമ്മാ വഴക്കു പറയും, പിന്നെ ഇതുപോലത്തെ തെറ്റുകളൊക്കെ ചെയ്യുന്ന നിങ്ങളെ ഞാൻ മടിയിൽ കയറ്റിയിരുത്തി കൊഞ്ചിക്കണോ എന്ന് അദ്ദേഹം ചോദിച്ചു. അച്ഛൻ വഴക്ക് പറയുന്നത് പേടിച്ചിട്ടാ അച്ഛനോടൊന്നും പറയാതിരുന്നതെന്ന കാര്യം മകൾ അച്ഛനോട് പറയുവാണ്. അപ്പോഴേക്കും നമ്മുടെ രോഹിത് അതുവഴി വന്ന സമയത്ത് രോഹിത്തിനെ ഇങ്ങനെ വിളിച്ചു. അദ്ദേഹം കണ്ടപ്പോൾ വിളിച്ചു കേട്ടോ. ഇവനാണെങ്കിൽ ഇവരെ മൈൻഡ് ചെയ്യാതെ മുകളിലോട്ട് കയറി പോവുമായിരുന്നു. അപ്പോൾ രോഹിത് ഇങ്ങ് വന്നേന്ന് പറഞ്ഞു. ഇവൻ തിരിഞ്ഞു നിന്നു. എന്തിനാന്ന് ചോദിച്ചു. എന്തിനാണെന്ന് പറഞ്ഞാലേ നീ അടുത്തേക്ക് വരുവുള്ളൂ എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ ഇവനൊന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കും. ഇങ്ങ് വന്നേടാ എന്നും പറഞ്ഞ് അച്ഛൻ ഇങ്ങനെ വിളിച്ചു. അപ്പോഴത്തേക്കും രോഹിത് അടുത്തേക്ക് ചെന്നു കേട്ടോ. എന്താ കാര്യമെന്ന് ചോദിച്ചു. അല്ല, നീ അടുത്തേക്ക് വന്നാലല്ലേ നീ കുടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയാൻ പറ്റുള്ളൂ എന്നിങ്ങനെ ബാലൻ ഇവനോട് പറയുമ്പോൾ ഞാൻ കുടിച്ചിട്ടൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ഇന്ന് നീ കുടിച്ചിട്ടില്ല, എത്ര ദിവസം നീ കുടിച്ചിട്ട് ഈ വീട്ടിൽ കയറി വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇന്നേ വരെ നിന്റെ അച്ഛനായ ഞാൻ ഈ വീട്ടിൽ മദ്യപിച്ച് കയറി വരുന്നത് നീ കണ്ടിട്ടുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുക. ഇവനൊന്നും മിണ്ടുന്നില്ല കേട്ടോ. രോഹിത്തിനോടാണ് എൻ്റെ ചോദ്യം, കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ഇല്ല. പിന്നെ നീ എന്ത് അടിസ്ഥാനത്തിലാണ് മദ്യപിച്ച് ഈ വീട്ടിലേക്ക് കയറി വരുന്നത്? ആരുടെ ഉപദേശം കേട്ടിട്ടാണ്? കുടിച്ച് നടന്ന് സ്വയം നശിക്കുക എന്നുള്ളതല്ലാതെ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടാവില്ല എന്നും പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ പറയും കേട്ടോ. മറ്റുള്ളവർ ഉപദേശിക്കാൻ വരുമ്പോഴേ അതിനുള്ള യോഗ്യത കൂടി ഉണ്ടോ എന്ന് സ്വയം ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണെന്ന് ബാലേട്ടനോട് ഇവൻ അന്നേരം പറയുക. ഇവരതും പറഞ്ഞിട്ട് ഇവൻ കയറിപ്പോയി. അപ്പോഴേക്കും അദ്ദേഹത്തിന് ഭയങ്കര വിഷമമായി. അദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ അലീനയ്ക്ക് അതിലേറെ സങ്കടം. അച്ഛനോട് ഈ രീതിയിലൊക്കെ ഇവൻ സംസാരിച്ചതിൻ്റെ ആ ഒരു വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ രോഹിത്തേട്ടൻ എന്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് കൃഷ്ണ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ അവന് രോഹിത്തേട്ടനെ എങ്ങനെ കുറ്റം പറയാൻ പറ്റുമെന്ന് ബബിതയും ചോദിക്കും അവിടെ ഇരുന്ന്. രോഹിത്തേട്ടൻ ചോദിച്ചത് ശരിയല്ലേ? അച്ഛന് മാത്രം ഒരു ന്യായം, മറ്റുള്ളവർക്ക് വേറൊരു ന്യായം. അതെവിടുത്തെ ന്യായമാ എന്നിങ്ങനെ ബബിത അവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് അവൾ എഴുന്നേറ്റ് അങ്ങ് പോയി. അദ്ദേഹം നിറകണ്ണുകളോടെ അവിടെ ഇരിക്കുവാണ്. പക്ഷെ തോറ്റു കൊടുക്കാനൊന്നും അല്ല കേട്ടോ. ആ സെക്കൻഡിൽ അദ്ദേഹത്തിന് ഭയങ്കര ഒരു സങ്കടം പോലെ. അപ്പോൾ കൃഷ്ണയും അതുപോലെ അലീനയും അപ്പുറം ഇപ്പുറം ഇരിപ്പുണ്ട്. അച്ഛാ എന്നും പറഞ്ഞ അലീന വിളിക്കുമ്പോൾ അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സത്യം അറിയാതെ അവരും കണ്ണിൽ കാണുന്നതിൻ്റെ ബാക്കിയാണ് സംസാരിക്കുന്നത് എന്ന് അദ്ദേഹം ഇങ്ങനെ അങ്ങ് പറഞ്ഞു. നിങ്ങൾ കഴിക്കുക എന്നും പറഞ്ഞിങ്ങനെ ഫുഡ് കഴിപ്പിക്കുക. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കാണിക്കുന്ന ഹരി കേട്ടോ. ഹരി കുറേ കൂട്ടുകാരന്മാരെ വിളിച്ചു വരുത്തിയിരിക്കുക. എന്നിട്ട് ആ പെങ്കൊച്ചിനെ വിളിച്ചു വരുത്തുന്നതിനെ പറ്റിയും അവൻ്റെ ആ മാസ്റ്റർ പ്ലാനും ഒക്കെ ഇങ്ങനെ പറയുവാണ്. അപ്പോൾ വന്നവൻ പറയുവാണ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്, സൂപ്പറാണ്, പിന്നെ അവളെ നീ കൊണ്ടുവരുന്ന വഴിക്ക് ഒരു 2 കവളെങ്കിലും കുടിപ്പിച്ചിരിക്കണം, ആടി അവൾ നിൽക്കണം, അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം അവൾക്ക് മനസ്സിലാകും എന്ന കാര്യം പറയുവാണ്. അപ്പോൾ ഇത് 2 അകത്ത് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പകുതി ബോധമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നൊരു ഇത് ഉണ്ടാവില്ല എന്നും പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അതൊക്കെ ഞാൻ ഏറ്റു എന്ന് ഹരി പറയാം. പിന്നെ വളരെ വളരെ സൂക്ഷിച്ചും കണ്ടും വേണം കാര്യങ്ങൾ നീക്കാനെന്നൊക്കെ ഹരി പറയണം. അത്രയ്ക്ക് ഇതായിട്ട് എടുത്ത ഒരു പ്ലാനാണിതൊന്നും ലീക്കാവാൻ ഒരു ലൂപ്പ് ഹോളും ഉണ്ടാവരുതെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുക. അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ കൂടെ ഉള്ളവന്മാരും ഓക്കെ അതൊക്കെ സമ്മതിച്ചു. അപ്പം അവളെ ഒന്ന് എത്തിച്ചിങ്ങ് കിട്ടിയാൽ മതി, ബാക്കി കാര്യം നമ്മൾ ഏറ്റു എന്നും പറഞ്ഞുകൊണ്ട് ഇവന്മാരിങ്ങനെ പറയുക. എന്നിട്ട് ഇവന്മാർ ഇതെല്ലാം ഭയങ്കര മാസ്റ്റർ പ്ലാനാണ് അങ്ങനെ ആ ഒരു ഇതെല്ലാം പറഞ്ഞ് ഇങ്ങനെ ആ ഒരു സംസാരവും ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവന്മാരങ്ങ് പോവുകയും ചെയ്തു. കൂട്ടുകാരന്മാർ പോയി കഴിഞ്ഞപ്പോൾ ഹരിയാണെങ്കിൽ ആ പെങ്കൊച്ചിനെ വിളിക്കുക കേട്ടോ. അതേ രാവിലെ തന്നെ ഞാൻ വരും, നീ ഇന്ന സ്ഥലത്ത് വെയിറ്റ് ചെയ്യണം, ഇന്ന കാര്യമുണ്ട്, ഇന്നതാണോ അങ്ങനെയാണ് ഇങ്ങനെയാണോ ഒന്നും നീ മറന്നിട്ടില്ലല്ലോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിനെ വിളിച്ചു. അതാ ഞാൻ വരാമെന്നും പറഞ്ഞു എല്ലാം സെറ്റാക്കി. എന്നിട്ട് ഇവനിങ്ങനെ കഴുകൻ്റെ മനസ്സുമായിട്ട് ഇങ്ങനെ നിൽക്കുക. അങ്ങനെ അതിനെ ചതിക്കണം, അത് വരുതിക്ക് വരാത്തത് കൊണ്ട് അതിനെ മെരുക്കി എടുക്കണം, അതിനെ നശിപ്പിക്കണം, പലതും ഇങ്ങനെ ചിന്തിച്ച് കൂട്ടിക്കൊണ്ട് ഇവനിങ്ങനെ ജയിച്ചു എന്നുള്ള മട്ടുമാതിരിയിൽ ഇങ്ങനെ നിൽക്കുകയാണേ. ഇത് കഴിഞ്ഞപ്പോൾ രോഹിത് റൂമിൽ ഇങ്ങനെ ഇരിക്കുവാണ്. രോഹിത് റൂമിലിരിക്കുന്ന സമയത്ത് ബാലൻ ചെന്ന് ഡോറിൽ മുട്ടി. അപ്പോൾ രോഹിത് വന്ന് വാതിൽ തുറന്നപ്പോൾ അച്ഛനെ കണ്ടിട്ട് മൈൻഡൊന്നുമില്ല. അവനിങ്ങനെ ഇരിക്കുകയാണ്. അകത്തേക്ക് അങ്ങ് കയറി ആരും അല്ലാത്ത രീതിയിൽ ഇങ്ങനെ നിന്നു. അദ്ദേഹം ആണെങ്കിൽ അകത്തേക്ക് കയറി ചെല്ലുകയും ചെയ്തു. എന്താണ് നിൻ്റെ പരിപാടി എന്ന് ചോദിക്കുമ്പം എന്ത് പരിപാടി, ഞാൻ കിടക്കാൻ പോവുമായിരുന്നു. അല്ല
നീ ഇത്രയും നേരം എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ എവിടെയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. നീ പറഞ്ഞില്ല, എവിടെയായിരുന്നു എന്ന് നീ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അല്ല, ആരാ നിനക്ക് ഈ കൂട്ട്, ആരാ നിനക്ക് ഈ മദ്യമൊക്കെ വാങ്ങിച്ചു തരുന്നേ? ഞാൻ ആരോട് കൂട്ടുകൂടാനും അതുപോലെ മദ്യപിക്കാനൊന്നും പോയിട്ടില്ല. പിന്നെ കഴിഞ്ഞ ദിവസം കൂട്ടുകാരൊക്കെ കൂടെ കൂടിയപ്പോൾ ജസ്റ്റ് ഒരു ബീർ കഴിച്ചു, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഒരു മടിയില്ലാതെ അച്ഛനോട് പറയണേ. ഓ, അപ്പം കൂട്ടുകൂടിയപ്പം. അപ്പം നീ ഇവിടുന്ന് പോകുന്നത് കോളേജിലേക്കാണോ അത് കൂട്ടുകൂടാനാണോ എന്ന് ചോദിച്ചു. ഇതിനൊന്നും രോഹിത് ഒന്നും പറയുന്നില്ല കേട്ടോ. മോനെ, നല്ലൊരു സാറിൻ്റെ കീഴിൽ നല്ലൊരു പള്ളിക്കൂടത്തിലോ കോളേജിലോ പോയി പഠിച്ചാൽ ഭാവി മുകളിലോട്ട് പോകും. അല്ലാതെ കൂട്ടുകാർ പറയുന്നത് കേട്ട് കൂട്ടുകാരുടെ ഉപദേശവും കേട്ട് ആ ക്ലാസ്സുമായിട്ട് നടന്നാലേ ജീവിതം കുട്ടിച്ചോറാകും. അതും മനസ്സിലാക്കാനുള്ള ബോധം കാണിച്ചാൽ നിനക്കൊരു ഭാവി ഉണ്ടാകും എന്ന് പറയും. അങ്ങനെ അദ്ദേഹം പറയുന്നതെല്ലാം ഇങ്ങനെ പെറുപുറത്തോണ്ട് ഇങ്ങനെ തറുതല എന്നുള്ള രീതിയിൽ സംസാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ട് ഈ രോഹിത് ഇങ്ങനെ നിൽക്കുവാണ്. അദ്ദേഹം പറയുന്നതിന് പുല്ല് വില പോലും രോഹിത് കൊടുക്കുന്നുമില്ല. എനിക്കങ്ങനെ ഒരുപാട് കൂട്ടുകെട്ടുകളും കാര്യങ്ങളൊന്നുമില്ല, ഞാൻ ഹരിയുടെ കൂടെയാണ് പോയതെന്ന് പറയുമ്പോൾ, ഹരി അവൻ്റെ സ്വഭാവം എത്രത്തോളം നല്ലതാണെന്ന് നിനക്കറിയില്ലേ എന്ന് ചോദിച്ചു. അന്ന് അലീനയുടെ പ്രശ്നത്തിൽ തന്നെ നീ അവനെ മനസ്സിലാക്കിയതല്ലേ എന്ന് ചോദിച്ചു. അലീനയുടെ പ്രശ്നത്തിൽ അവനൊരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെ നീയാണോ തെറ്റ് ചെയ്തത്? അവനൊരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ നീയാണോ തെറ്റ് ചെയ്തത്? ഇതിനൊന്നും രോഗത്തിനും മറുപടിയില്ല. നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതാ അവനുമായിട്ടുള്ള കൂട്ട് വേണ്ടാന്ന്. നീ അവനോട് കൂട്ടുകൂടി നീ അവൻ്റെ പിന്നാലെ നടക്കുന്നത് നിന്റെ നാശത്തിനാണെന്ന് നീ ചിന്തിച്ചോളാൻ അച്ഛൻ മകന് പറഞ്ഞു കൊടുക്കുകയാണ്. അവൻ്റെ പിന്നാലെ നീ നടന്നാൽ അവൻ്റെ കൂട്ടുകെട്ടിലൂടെ നിന്നെ അവൻ ജയിലിൽ കയറ്റുമെന്നുള്ള കാര്യം ഒരു സംശയമില്ല. നിന്നെ അവൻ ജയിലിലാക്കും. അവസാനം അവൻ തലയൂരി പോരുകയും ചെയ്യും. നീ അകത്ത് കിടക്കേണ്ടി വരുമെന്ന് അച്ഛൻ മാന്യമായ ഭാഷയിൽ പറഞ്ഞു കൊടുത്തു. പറഞ്ഞു തരാനുള്ള കാര്യങ്ങൾ ഞാൻ നിനക്ക് പറഞ്ഞു തന്നു. ഇനി എന്താണെന്ന് വെച്ചാൽ നിൻ്റെ ഇഷ്ടം എന്നും പറഞ്ഞിട്ട് അങ്ങ് പോരുക. ഉപദേശിക്കാനേ എല്ലാവർക്കും എളുപ്പമാണ്, ഓടി നടന്ന് ഉപദേശിക്കും. പക്ഷെ അവനവൻ്റെ കാര്യം വരുമ്പോൾ എല്ലാവരും അവനവൻ്റെ തനിനിറം കാണിക്കുകയും ചെയ്യുമെന്ന് രോഹിത് അന്നേരം അവിടെ നിന്ന് പറഞ്ഞത്. നമ്മുടെ ബാലേട്ടൻ ഇങ്ങനെ ഇറങ്ങി പോരുന്ന ഒരു സമയത്ത് നീ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിച്ചു. ഉപദേശിക്കാൻ എല്ലാവർക്കും എളുപ്പമാണ്, ആരുടെയും കാര്യങ്ങൾക്ക് ആരും വലിയ ഇതൊന്നും കാണിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവനിങ്ങനെ നിന്ന് പറയുന്ന ഡയലോഗ്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം ഒന്നുകൂടി ആവർത്തിച്ചിട്ടൊന്ന് ചിരിച്ച് കാണിച്ചിട്ട് ഇങ്ങ് പോന്നു. ഇനി എന്ത് വന്നാലും അവനവൻ തന്നെ പേറിക്കൊള്ളണം എന്നാണ് ആ ചിരിയുടെ അർത്ഥം. അതും പറഞ്ഞ് ബാലേട്ടൻ ഇങ്ങ് പോന്നു. ഇവൻ എന്നിട്ട് ഒന്നും അല്ലാത്തപോലെ ഇങ്ങനെ നിൽക്കും കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റവൻ വിളിച്ചു, ഹരി വിളിച്ചിട്ട് ഇവനോട് നാളത്തെ പ്ലാനിനെ പറ്റി ഒന്നുകൂടി ഇങ്ങ് ഇതാക്കുവാണ്. അപ്പോൾ ഈ പെണ്ണ് കേസൊന്നും ഇവനോട് പറഞ്ഞിട്ടില്ല, അല്ലാതെ ഉള്ള കാര്യങ്ങളൊക്കെ പറയുക. അങ്ങനെ ഇതെല്ലാം പറഞ്ഞു. ഓക്കെ, സെറ്റും പറഞ്ഞു. പിന്നെ പിറ്റേന്നായപ്പോഴത്തേക്കും നമ്മുടെ ഹരി അവൻ പോരുന്നു ആ പെണ്ണിനെ കൊണ്ടുവരാനായിട്ട്. അപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് കമല വിളിച്ചപ്പോഴത്തേക്ക് എനിക്കിപ്പോൾ ഭക്ഷണം വേണ്ടമേ, ഞാൻ പുറത്തുനിന്ന് കൂട്ടുകാരുടെ കൂടെ കഴിച്ചോളാം എന്നവൻ പറഞ്ഞു. നിൻ്റെ ഒരു കൂട്ടുകാർ വീട്ടിൽ ഇത് കഴിച്ചിട്ട് പോടാ ചേർക്കാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ടമ്മേ, അവന്മാരൊക്കെ എന്നെ അവിടെ വെയിറ്റ് ചെയ്യുകയാണെന്നും പറഞ്ഞുകൊണ്ട് ഇവൻ പോവുകയും ചെയ്തു കേട്ടോ. ഇവൻ എന്നിട്ട് പോയി ആ പെങ്കൊച്ച നേരത്തെ അവിടെ വന്നു. ഇവൻ പറഞ്ഞ സ്ഥലത്ത് ഇവൻ്റെ കൂടെ കയറി പോകാനായിട്ട് പാവം അത് വന്നിങ്ങനെ അവിടെ നിൽക്കുകയാണ്. അങ്ങനെ ചതി അറിയാതെ താൻ വലിയൊരു ദുരന്തത്തിലേക്കാണ് പോകുന്നതെന്നറിയാതെ പെങ്കൊച്ച അവിടെ വന്ന് അങ്ങനെ നിൽക്കുന്നു. ഇവനാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടെ ആടി കളിച്ച് നല്ല സന്തോഷമായിട്ട് വണ്ടിയൊക്കെ ഓടിച്ച് പാട്ടൊക്കെ വെച്ച് ഇവനങ്ങ് പോകുന്നു. ഈ സമയത്ത് രോഹിത് ഇവിടുന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഭയങ്കര സെറ്റപ്പായിട്ട് ഒരുങ്ങിക്കെട്ടി ഇവനും പോകാനായിട്ട് റെഡിയാവുക. മാന്യമായ ഭാഷയിൽ അച്ഛൻ ഇന്നലെ മര്യാദയ്ക്ക് പറഞ്ഞു കൊടുത്തതാണ്, നീ ഇങ്ങനെയാണ്, ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന്. പക്ഷെ അതൊന്നും വകവയ്ക്കാതെ ഹരിയെന്ന് പറയുന്നവൻ്റെ ആ ചതിക്കുഴിയിലേക്ക് രോഹിത്തും ചെന്ന് വീഴുന്നു. അവസാനം പീഡനക്കേസിൽ അകത്ത് വരുമ്പോൾ രോഹിത്ത് അകത്തും ഇവൻ പുറത്തുമാകും, അത് ഉറപ്പുള്ള കാര്യമാണ്. അതിന് വേണ്ടിയിട്ടുള്ള പോക്കാണ് രോഹിത്ത് പോകുന്നത്. അങ്ങനെ രോഹിത്ത് ഒരുങ്ങിക്കെട്ടി കുളിയൊക്കെ കഴിഞ്ഞ് പോവുകയാണ്. ഭക്ഷണം എടുത്തു വെച്ചിട്ട് പോലും പോടി എന്നുള്ള രീതിയിൽ അതുപോലും മൈൻഡ് ചെയ്യാതെ ഇറങ്ങി പോവുക ചെയ്തേ. അങ്ങനെ രോഹിത്തും അവിടെ നിന്ന് അങ്ങ് പോയി. അപ്പോൾ കുറേ ദൂരം അങ്ങ് വണ്ടി ഓടിച്ച് ഇവൻ, അതായത് ഈ ഹരി അങ്ങ് ചെന്നപ്പോൾ പെങ്കൊച്ച് അവിടെ നിൽക്കുന്നത് കണ്ടു. അതിനെ വിളിച്ച് വണ്ടിയിലും കയറ്റി. ഇതെന്താ ഇത്രയും താമസിച്ചെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പൊന്നുമോളെ വീട്ടിലൊക്കെ ഒന്ന് അവതരിപ്പിച്ചിട്ട് ഇറങ്ങി വരണ്ടേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പോകുമ്പോൾ ഭയങ്കര ഡയലോഗും കാര്യങ്ങളും ഈ ഹരി. അങ്ങനെ അതിനെ വണ്ടിയെ കയറ്റി ഇവൻ ഉദ്ദേശിച്ച ആ സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഓരോരുത്തർ കാര്യങ്ങൾ വിളിച്ച് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എവിടെ എത്തി, എങ്ങനെയായി, എന്ത് സെറ്റ് ചെയ്തു, അത് സെറ്റ് ചെയ്തോ, ഇത് സെറ്റ് ചെയ്തോ, അവളെ കുടിപ്പിച്ചോ, അവളെ കിടത്തിയോ, ഇതെല്ലാം ചോദിച്ച് ഇങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് അപ്ഡേഷൻസും കാര്യങ്ങളും നടക്കുന്നു. രോഹിത് ആണെങ്കിൽ ഈ ചെറുത്താങ്ങൂട്ടിലേക്ക് ചെന്ന് കയറാനായിട്ട് പോവുകയും ചെയ്യുന്നു. അപ്പോൾ ഈ വീട്ടിലെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഇതെല്ലാം കാണുമ്പോഴത്തേക്ക് നമ്മുടെ അലീനയ്ക്ക് ഭയങ്കര പേടി, ആകെ ടെൻഷൻ. അലീന എന്നിട്ട് ബാലൻ്റെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ ബാലൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ ബാലനാണെങ്കിൽ ആകെ വിഷമിച്ചിങ്ങനെ ഇരിക്കുക. അപ്പോൾ അച്ഛാന്നും പറഞ്ഞ് വിളിച്ചു. അതുപോലെ ഇവരൊക്കെ എന്താ അച്ഛൻ ഇങ്ങനെ എന്നുള്ള ഇതിലിങ്ങനെ പറഞ്ഞു. അപ്പോൾ താനാണ് ഇതിനൊക്കെ കാരണം എന്നുള്ള രീതിയിലാണ് അലീന ഇങ്ങനെ അച്ഛനോട് സംസാരിക്കുന്നത്.
അപ്പോൾ ഇവരൊക്കെ എന്താണ് ഇങ്ങനെയെന്നുള്ളത് എനിക്കറിയില്ല. അവരൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച്, അവരുടെയൊക്കെ കണ്ണിൽ ഞാനല്ലേ മുള്ള തെറ്റുകാരൻ, അപ്പോൾ പിന്നെ എനിക്ക് അവരെ ഉപദേശിക്കാനുള്ള ഒരു ഇതില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാം ഞാൻ കാരണമല്ലേ അച്ഛാന്ന് ചോദിക്കുമ്പം ആണോ, നീ കാരണമാണോ, നീ കാരണമാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എനിക്കതിലൊന്നും പറയാനില്ല എന്നും ബാലൻ അലീനയോട് പറയും. ഇതിനൊരു പരിഹാരം കാണാൻ അലീനയ്ക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്, പക്ഷേ അലീനയെ കൊണ്ടും അത് സാധിക്കുന്നില്ല. അങ്ങനെ മൊത്തത്തിൽ അലീനയും ആകെ സങ്കടപ്പെട്ടിരിക്കുന്നു. ഈ സമയത്ത് കൃഷ്ണ വന്ന് അലീനയെ സമാധാനിപ്പിക്കുക. ചേച്ചി എന്തിനാ സങ്കടപ്പെടുന്നത്, ചേച്ചി ഇതിനകത്തൊരു തെറ്റും ചെയ്തിട്ടില്ല, അവർ ഓരോ തോന്നിവാസം ചെയ്യുന്നു, അവരതിനുള്ള ഭവിഷ്യത്ത് അവർ തന്നെ അനുഭവിക്കും, നമ്മളെന്തിനാ അതൊക്കെ ചിന്തിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ കഥ വരാനിരിക്കുന്നത്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയരുതിട്ട്, എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമ്മുടെ കഥ സിറ്റുവേഷൻസ് ഇതൊക്കെ തന്നെയാണ്. ഡയലോഗുകളിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ സംഭവിച്ചേക്കാം. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി അറിയിച്ചുകൊണ്ട് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ വീണ്ടും ഒത്തിരി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ.